ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരു ദൂതിൻ്റെ തുടർമാനമായ ഒരു ചിന്ത കൂടെ തരണം എന്ന് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ തുടർമാനമായി ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊരു എൻഡ് ടൈം പീരീഡാണ്. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ അപ്പോൾ അവസാനം വരും, ഈ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പലപ്പോഴും മൂലഭാഷയിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ഇത് യുഗങ്ങളുടെ അവസാനമെന്നാണോ ഈ ലോകത്തിൻ്റെ അവസാനമെന്നാണോ എന്നൊക്കെ ശരിയായി നമുക്ക് തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ കാണുന്നതെല്ലാം ഈ ലോകത്തിൻ്റെ അവസാനമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ യുഗത്തിൻ്റെ അവസാനം വരുമെന്നാണ് കർത്താവ് ഒരു സ്ഥലത്ത് പറയുന്നത്. രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളവും പ്രസംഗിക്കപ്പെടും. അപ്പോൾ ഈ യുഗത്തിന് അവസാനം വരും. കാരണം അതങ്ങനെ പറയാൻ കാരണം അതിന് തൊട്ടു മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകരുത്. അവിടെ പറയുന്നു അത് അവസാനമല്ല, ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അപ്പോൾ ഒരു യുഗത്തിൻ്റെ കാലം കഴിഞ്ഞിട്ട് മറ്റൊരു യുഗത്തിൻ്റെ തുടക്കമാണ് ചില അടയാളങ്ങളെ കർത്താവ് അവിടെ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ യെരുശലേമിൽ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നു, ഇതോടുകൂടെ ലോകം അങ്ങ് അവസാനിക്കാൻ പോവുകയാണെന്നൊന്നും വിചാരിക്കേണ്ട. ഒരു യുഗത്തിൻ്റെ അന്ത്യവും മറ്റൊരു യുഗത്തിൻ്റെ ആരംഭവും കുറിക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഞാൻ സമയത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ ഭാഗങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ബൈബിൾ സ്റ്റഡി വെച്ചാൽ മതി. സകല നോട്ടുകളും ഞാൻ പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. അത് വ്യക്തമായി ഞാനത് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. ഇത് ഒരു സഭായോഗത്തിൻ്റെ മീറ്റിംഗാണ്. അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻഡ് ടൈമിനെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് മേലാൽ സംഭവിക്കാനിരിക്കുന്ന കാര്യം കർത്താവ് വ്യക്തമായി സഭയ്ക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. നീ കണ്ടതും ഇപ്പോഴുള്ളതും മേലാൽ സംഭവിപ്പാനിരിക്കുന്നു 3 ഘട്ടങ്ങളെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം പ്രതിപാദിക്കുന്നത്. ഒന്ന്, നീ കണ്ടതായ കാര്യം. ആ കണ്ടതായ കാര്യം ഏതാണ്? ഞാൻ കണ്ടതും കേട്ടതും തൊട്ടതും അറിഞ്ഞതുമായ സത്യത്തെക്കുറിച്ചെന്ന് യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? സുവിശേഷവും ലേഖനങ്ങളും നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനത്തിൽ ഉറപ്പാക്കി തന്നേക്കുന്ന സുവിശേഷ സത്യം. യേശുക്രിസ്തു ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തികച്ച കാര്യം അത് യോഹന്നാൻ കണ്ടതാ. ലൂക്കോസ് 24:48 പറയുന്നു, തിരുവെഴുത്തുകൾ പ്രകാരം അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു, നിങ്ങൾ ഇതിന് സാക്ഷികളാകുന്നു. ലേവ്യർ 5:1 പറയുന്നു, ഒരുവൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്ത കാര്യം അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ്റെ കുറ്റം താൻ തന്നെ വഹിക്കണം. അതുകൊണ്ടാണ് യേശു വളരെ വ്യക്തമായിട്ട് ആ ന്യായപ്രമാണത്തിൽ ആവർത്തനം 5:1 അറിയുന്ന ജനത്തോടാണ് പറയുന്നത്, നിങ്ങളിതിൻ്റെ സാക്ഷികളാണ്. തീരുമാനിച്ചോ, ഇത് അറിയിക്കാതിരുന്നാൽ ഇതിൻ്റെ കുറ്റം നിങ്ങൾ വഹിക്കേണ്ടി വരും. രക്തസാക്ഷ്യം വഹിക്കേണ്ടി വന്നാലും അവർ പിന്മാറാതിരുന്നത്, ഞങ്ങൾക്ക് ദൈവത്തെക്കാൾ വലുതായി വേറൊന്നില്ല, ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് ഇത് മറ്റുള്ളവരെ അറിയിക്കുവാൻ. രാജാക്കന്മാരുടെ മുൻപിലും പ്രമാണിമാരുടെ മുൻപിലും ഏത് മതാധിപന്മാരുടെ മുൻപിലും അവർ ഭയപ്പെടാതെ നിന്നു. കർത്താവരോട് പറഞ്ഞു, നിങ്ങൾ ഈ അന്ത്യസമയത്ത് പലതും നിങ്ങൾക്കെതിരെ പീഡനങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരും. നിങ്ങളെ പോയി മതത്തിൻ്റെ നേതാക്കന്മാരും രാജ്യത്തിൻ്റെ ഭരണാധികാരികളൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ നിർത്തും. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ നല്ലൊരു അവസരമാണെന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ നല്ലൊരു അവസരമാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, എന്തുവാ പറയേണ്ടത്, എങ്ങനെയാ പറയേണ്ടതെന്ന് മുൻകൂട്ടി നിങ്ങളൊന്നും കരുതി വെക്കണ്ട.
നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ പറയേണ്ടത് ഞാൻ നിങ്ങളുടെ നാവിൽ തരും. അപ്പോൾ എന്തൊരു ദൈവപദ്ധതിയാണ്, ഒന്ന് മനസ്സിലാക്കി. കയറി നിന്നാ മതി, നീ പേടിക്കാതെ നിന്നാ മതി, നീ വിശ്വസിച്ചോണ്ട് നിന്നാ മതി. നിന്റെ പുറകിൽ മുമ്പേ കേട്ടതുപോലെ നിനക്കൊരു നാഥനുണ്ട്, നിന്നെ അയച്ച ഒരുവനുണ്ടെന്ന് നീ ഉറച്ചു നിന്നാ മതി. പറയുന്നത് നീ ആയിരിക്കത്തില്ല, നിന്റെ നാക്ക് വാടകയ്ക്കെടുത്ത് ഞാൻ പറഞ്ഞോളാം. ഈ ലോകത്തിൽ ജനിക്കാൻ ഗർഭപാത്രം വാടകയ്ക്കെടുത്തവൻ യേശുവാ. കാരണം കന്യയുടെ ഗർഭപാത്രം കന്യാത്വത്തിന് ഭംഗം വരുത്താതെ ആ കന്യയുടെ ഗർഭപാത്രം വാടകയ്ക്കെടുത്തു. താൻ കാലിത്തൊഴുത്തിലാണ് കിടന്നത്, അതും വാടകയാ. നിങ്ങൾ ചിന്തിക്കണം, തൻ്റെ ക്രൂശ് മറ്റൊരുത്തൻ ചുമന്ന് സഹായിച്ചു. ഒടുവിൽ ഒരു വാടകയ്ക്കെടുത്ത കല്ലറയിൽ കൊണ്ട് തന്നെ അടക്കി. തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ എന്തെല്ലാം എടുത്തോ, താൻ ഇവിടെ ഒരു പരദേശിയായിരുന്നു, ഇവിടെ ഒന്നും സ്വയമായിട്ട് തനിക്ക് ആവശ്യമില്ല എന്ന് താൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇവിടുത്തെ നിക്ഷേപങ്ങളെക്കുറിച്ച് ഒരു ബോധവും തനിക്കില്ലായിരുന്നു. ഇവിടെ ഇല്ലാത്തതിൻ്റെക്കുറിച്ച്, ഇല്ലായ്മയെക്കുറിച്ച് ഒരു പരിഭവമില്ലായിരുന്നു. മറിച്ച് ആവശ്യമുള്ളതൊക്കെ ആ തക്ക സമയത്ത് അവനെ തേടി വന്നു. ഒരു കഴുതക്കുട്ടിയെ വേണമായിരുന്നു തിരുവേടത്തിൽ നിവർത്തിക്കാൻ. അതിനെ കെട്ടേണ്ടിയവൻ സമയമായപ്പോൾ അതിനെ കൊണ്ടുവന്ന് റെഡിയാക്കി നിർത്തിയിരുന്നു. നിങ്ങളങ്ങോട്ട് ചെന്നാൽ മതി. ഒരു കഴുതയും കുട്ടിയും കൂടെ കെട്ടിയേക്കുന്ന കാണാം. അവനോട്, അതിൻ്റെ ഉടയവനോട് നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി, ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടോ. നോക്കണേ, തിരുവഴുത്തിൻ പ്രകാരം നിനക്ക് എന്താവശ്യമുണ്ടോ സമയമാകുമ്പോൾ അതിനെ ഒരുക്കി നിനക്ക് വേണ്ടി മാത്രമായി ആ തിരുവഴുത്തുകളും പ്രകാരം നിനക്ക് വേണ്ടി ഒരുക്കി നിർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിയണം. നീ മുൻകൂട്ടി ഒന്നും കരുതണ്ട. തനിക്ക് പെസഹ കൂടാൻ ശിഷ്യന്മാർ ചോദിച്ചു, എവിടാ ഒരുക്കേണ്ടതെന്ന്. നിങ്ങളങ്ങോട്ട് പോയാൽ മതി, വെള്ളം കോരിക്കൊണ്ടുവരുത്തിന് ഇങ്ങോട്ട് വരും. അവനോട് ചോദിക്കണം, ഗുരുവിന് എവിടാ പെസഹ ഒരുങ്ങ. നോക്കിയണേ, അവനവിടെ സജ്ജീകരണം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇതെല്ലാം തിരുവഴുത്തുകളിൻ പ്രകാരം നടക്കേണ്ട കാര്യമാണ്. അത് തിരുവഴുത്തിൻ്റെ ശക്തി ഉറപ്പുള്ളതായതുകൊണ്ട് തിരുവഴുത്തുകളുടെ ശക്തി പ്രകാരം നാം ഒന്നും മുൻകൂട്ടി കരുതണ്ട. അത് അവിടെയായി സ്വർഗീയ പിതാവ് ചിലരോട് നിയോഗം കൊടുത്തിരിക്കും, അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവവചനത്തിൻ്റെ ശക്തി അത്ര ഭയങ്കരമാണ്. എൻ്റെ യേശുവിന് ഒരു പരിഭവമില്ലായിരുന്നു. എന്തോ തിരുവെഴുത്തി പറഞ്ഞിട്ടുണ്ടോ അത് സമയമാകുമ്പോൾ അങ്ങനെ നടക്കുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നിങ്ങൾ പഠിച്ചു നോക്കണം. 2 നാൾ കഴിഞ്ഞ് പെസഹ ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും. തൻ്റെ മരണം എന്നാണ് നടക്കേണ്ടതെന്നും അത് എവിടെയാണ് നടക്കേണ്ടതെന്നും അത് ഏതുവിധം നടക്കണമെന്നും താൻ തന്നെയാണ് പ്രഖ്യാപിച്ചത്. നിങ്ങൾ ആ 2-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ യേശു ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാർ പ്രമാണികളും എല്ലാം കൂടി ഒന്നിച്ചു കൂടി, വട്ടം കൂടി. എന്നിട്ട് അന്ന് തന്നെ എന്നൊരു വാക്യം അവിടെ തുടങ്ങുന്നത്. അന്ന് തന്നെ ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരും കൂടെ മഹാപുരോഹിതൻ്റെ അടുക്കൽ ഒന്നിച്ചു കൂടി. മനസ്സിലായോ? അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, അവനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലണം. പെസഹ ജനത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ പെസഹായുടെ നാളിൽ അരുത്. ഏത് ദിവസം എങ്ങനെ എവിടെ വെച്ച് താൻ മരിക്കുമെന്ന് പ്രവചിച്ചുവോ അതിന് നേർ വിരുദ്ധമായിട്ട് അവരും തീരുമാനിച്ചു. നിങ്ങൾക്കറിയാം, യേശു പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്നിട്ട് നീ എന്താ ഇത്രയും ഇവർ കുറ്റം പറഞ്ഞിട്ട് ഒന്നും മിണ്ടാത്തതെന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു ഉരിയാടാതെ ഊമനായി നിന്നു. അതും ഒരു തിരുവെഴുത്തിൻ്റെ നിവൃത്തിയായിരുന്നു. എന്താണ്? അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ നിന്നു. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ അവൻ ഉരിയാടാതെ ചെമ്മരിയാടിനെ പോലെ നിന്നു എന്ന് തിരുവെഴുത്തറിയാവുന്നത് കൊണ്ട് അവൻ അങ്ങനെ തന്നെ നിന്നു. നിങ്ങൾക്കറിയാമോ, അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ വിധിയും എല്ലാം വന്നത് എങ്ങനെയാണെന്നറിയാമോ?
യേശു പ്രഖ്യാപിച്ച തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇവിടെ ഒരു ഭരണകൂടമുണ്ടെങ്കിലും, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും, എത്ര വലിയ മിടുമിടുക്കനുണ്ടെങ്കിലും, ദൈവവചനത്തിൻ്റെ അപ്പുറത്തൊരു തീരുമാനമെടുക്കാവുന്ന ഒരുത്തനുമില്ലെന്ന് നാം ഇന്ന് ഉറച്ചിരിക്കണം. നാം ഈ സേവിക്കുന്ന ദൈവം യുഗങ്ങളുടെ ദൈവമാണ്. ഒരു യുഗത്തെ എവിടെ നിർത്തണമെന്ന് അവന് ആ സമയമറിയാം. ആ യുഗം കഴിഞ്ഞ് അടുത്ത യുഗം എപ്പോൾ തുടങ്ങണമെന്ന് അവനറിയാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, മഹാപീഡനത്തിൻ്റെ യുഗം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കോ എനിക്കോ ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് ഈ യെരുശലേമിൽ യുദ്ധം ചെയ്യുന്ന യഹൂദന് മാത്രമേ അന്ന് ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും പോരാടി നിൽക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ സഭയുടെ ഭാഗമായിരിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ടിയ വലിയ കാര്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു അക്ഷരീയ യുദ്ധത്തിന് വേണ്ടിയോ ഒരു അക്ഷരീകമായ പൊരുതിന് വേണ്ടിയോ നമ്മൾ വിളിക്കപ്പെട്ടവരല്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ജഡീക യുദ്ധം നിങ്ങൾക്കില്ല. വാൾ ഉറയിലിടാനാണ് പറഞ്ഞത്. നിങ്ങളുടെ ബലമെടുത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ആരെ വിശ്വസിച്ച് ഇരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കും. അവൻ വിശ്വസ്തനെന്ന് എണ്ണിയ ഈ ശുശ്രൂഷ അവനെ ഏൽപ്പിച്ചത്. നമ്മളെ രക്ഷിപ്പാൻ യേശുക്രിസ്തു വിശ്വസ്തനാണ്. അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ വിശ്വസ്തനാണ്. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ അവൻ്റെ രക്ഷ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ എൻഡ് ടൈമിൽ, ഈ അന്ത്യസമയത്ത് കടന്നു പോകുന്ന നമ്മളെ തെറ്റിക്കുവാൻ പല കാര്യങ്ങളും ഒഴുകി നിൽക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഇന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യങ്ങൾ ഒന്ന് വായിച്ച് അവിടുന്ന് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകാം. ആ ആ ആ ആ എൻ്റെ സന്ദേശം ഇന്ന് ക്രിസ്തുവിൽ നാം പങ്കാളികളായിരിക്കണം. നിങ്ങൾക്കറിയാം, ഫിലിപ്പിയ ലേഖനത്തിൽ അവൻ്റെ കഷ്ടാനുഭവത്തെ, അവൻ്റെ മരണ പുനരുത്ഥാനത്തെയൊക്കെ അനുഭവിച്ചറിഞ്ഞ് വല്ലവിധേനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് പൗലോസ് തനിക്ക് നേരിട്ടതും തനിക്കുള്ളതും തൻ്റെ പാരമ്പര്യം, തൻ്റെ കഴിവുകൾ, വിദ്യാഭ്യാസം സകലതും ചപ്പും ചവറുമെന്ന് എണ്ണി. വല്ലവിധേനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം. അതായിരുന്നു. നാം ക്രിസ്തുവിൽ പങ്കാളിയായിരിക്കാൻ ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകണം. അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു പുനരുത്ഥാനത്തിൻ്റെ ഓഹരി ഉണ്ടാകും. ഇത് നമ്മൾ കേട്ടു. എന്നാൽ എങ്ങനെ വിശ്വാസത്തിൽ തുടർന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളിയാകും? 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയും അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ. ആ ആ ആ ആ ശ്രദ്ധിക്കണേ, മുന്നമേ വിശ്വാസത്യാഗമുണ്ടാകും. സഭയുടെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നിർദ്ദേശം തരികയാണ്.
ഈ ടൈമിൽ പലരും വന്ന് പലരെയും തെറ്റിക്കുന്നു. ഉപദേശത്തിൻ്റെ പല കാറ്റിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുക. പലതരം ഉപദേശങ്ങൾ ഇന്ന് എന്ത് ചെയ്യുക, ടി വിയിലും അവിടെ ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുക. ലക്ഷ്യം എന്തുവാണെന്നറിയാമോ? നിങ്ങളുടെ ആദ്യ വിശ്വാസത്തെ തെറ്റിക്കണം. കാരണം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാലേ എന്തുള്ളൂ, ക്രിസ്തുവിൽ പങ്കാളിയാകത്തുള്ളൂ. ഇതാർക്കറിയാം? കാരണം അത് തിരുവെഴുത്താണ്. ആ തിരുവെഴുത്തറിയാം. കാരണം തിരുവെഴുത്തിൽ നിന്നേലേ നമുക്കുള്ള ക്രമീകരണം ശരിയാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? ദൈവവചനത്തിൽ നിലനിൽക്കാതെ അങ്ങോട്ട് ചെന്നാൽ ക്രമീകരണം ഒന്നും കിട്ടത്തില്ല. മനസ്സിലായോ? വചനപ്രകാരം നീ മുൻപോട്ട് പോയാൽ നിനക്കുള്ള ക്രമീകരണങ്ങളെല്ലാം റെഡിയാ. വചനപ്രകാരം ഏലിയാവ് ചെന്നു, തേര് ആ കറക്റ്റ് സ്ഥലത്ത് ഇറങ്ങി വന്നു. മനസ്സിലായോ? ഏലിയാവിനോട് പറഞ്ഞു, നീ ആദ്യം ഓരോ സമയത്ത് പോകേണ്ടത്, അത് വിവരിക്കാൻ സമയമില്ല, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഒടുവിൽ ചെന്ന് നിന്നിടത്ത് എന്തോ വന്നു, തേര് വന്നു. നീ വചനപ്രകാരം, അവൻ സ്വർഗത്തിൽ നിന്ന് നൽകിയ വചനപ്രകാരം നീ നടക്കുകയാണെങ്കിൽ നിന്നെ എടുക്കാനുള്ള തേര് ആ കറക്റ്റ് നിയോഗമുള്ള സ്ഥലത്ത് തന്നെ വരും. അപ്പോൾ പിശാച് പ്രവർത്തിക്കുന്ന എന്തിനാണ്? ആ വചനത്തിൻ്റെ വഴികളിൽ നീ നടക്കരുത്. ടൈമിലുള്ള ദുരുപദേശങ്ങളുടെ ലക്ഷ്യമെന്താണ്? നിന്നെ വിശ്വാസത്യാഗിയാക്കി തീർക്കണം. ശരിയല്ലേ? ഇന്ന് യൗവനക്കാരുടെ ഇടയിൽ എന്തുവാ, പല പാസ്റ്റർമാരുടെ മക്കളും പല യൗവനക്കാരും എന്താണ്, അവർക്ക് വിശ്വാസമില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടതാ. റാന്നിയിൽ നിന്നുള്ളൊരു സഹോദരി അമേരിക്കയിൽ പോയി. പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ഒരു പാസ്റ്ററുടെ മകനായിരുന്നു. പ്രവചനമെന്നോ ആലോചനയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു അല്പസമയം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോലും പുള്ളിക്ക് താല്പര്യമില്ല. എന്നാൽ ബാക്കി ഏതു കാര്യത്തിലും, ഏത് എൻ്റർടൈൻമെൻറ്റിനും പുള്ളി നല്ല ഉത്സാഹിയാണ്. ക്ലബ്ബിൽ പോകാനോ നമുക്ക് പാർക്കിൽ പോകാമെന്നോ നമുക്കൊന്ന് എൻജോയ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ബാക്കി എല്ലാത്തിനും ഉത്സാഹമായി. കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വ്യക്തിപരമായി ഇച്ചിരി പ്രാർത്ഥിക്കുക, അച്ഛൻ ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകും, അച്ഛനും പ്രാർത്ഥിക്കുക. എന്ത് വട്ടാന്ന് കേൾക്കുന്നത്? എന്തോ വിഷയം? വിശ്വാസം എടുത്തു കളഞ്ഞു. ആദ്യ വിശ്വാസം എടുത്തു കളഞ്ഞു. സംഭവിച്ചേക്കുന്നത് എന്തുവാ? കർത്താവ് വരും, തൻ്റെ വിശുദ്ധരെ ചേർക്കും. ഇവന് ക്രിസ്തുവിൽ പങ്കാളിത്തം ഉണ്ടാകുമോ? കാണത്തില്ല. അപ്പോൾ ആരാ ഈ യൗവനക്കാരെ വഴിതെറ്റിച്ചേക്കുന്നത്? പലതരം ദുരുപദേശങ്ങൾ കേട്ട്, ഇതിപ്പോൾ അതാണോ ശരി, ഇതാണോ ശരി, നിരീശ്വരവാദികളുടെ യുക്തിവാദികളുടെ വാദങ്ങൾ അവിടെ കിടക്കുന്നു. ഇതെല്ലാം കേട്ട് പിന്നെ പലതരത്തിൽ യഹോവയുടെ നാമത്തെക്കുറിച്ച് തർക്കിക്കുന്നു, ഇത് തൃത്വത്തെക്കുറിച്ച് തർക്കിക്കുന്നു, 100 തർക്ക വിഷയങ്ങൾ കിടക്കുന്നു. ഇതൊന്നും തെളിയിച്ചിട്ടില്ല. ഇവിടെ സഭാതർക്കം കിടക്കുന്നു. ഇന്ന് വരെ സുപ്രീം കോടതി വിധിച്ചിട്ട് പോലും ആരും സമ്മതിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഊഹിച്ചോണം, സുപ്രീം കോടതി വിധിച്ചാൽ പോലും ഈ പറഞ്ഞ തർക്ക വിഷയങ്ങളൊന്നും പരിഹാരം വരുന്നതല്ല. ഉദ്ദേശം എത്രയേ ഉള്ളൂ? നിങ്ങളുടെ വിശ്വാസം കളയണമെന്നുള്ളതേ ഉള്ളൂ. പിശാചിൻ്റെ ഉദ്ദേശം നിന്റെ വിശ്വാസം കളയണമെന്ന. അപ്പോൾ നിന്റെ വിശ്വാസം പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കളയാതിരിക്കാനുള്ളത് നീയും ജാഗരിക്കണം. ശിമോനെ, നിന്റെ വിശ്വാസം കളയേണ്ടതിന് പിശാച് എന്നോട് പലവട്ടം എന്ത് ചെയ്തു? കൽപ്പന ചോദിച്ചു. പക്ഷെ ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇതെത്ര ഗൗരവമുള്ള വിഷയമെന്ന് നോക്കണം. സാത്താൻ്റെ ലക്ഷ്യം നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക. സ്തോത്രം. അങ്ങനെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഉപദേശത്തിൻ്റെ മുമ്പിൽ ചെവിയും കൊടുത്ത് കണ്ണും കൊടുത്തിരിക്കരുത്. യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കണം. സ്തോത്രം. അതിന് 10-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 തെസ്സലോനിക്കർ 2. ഈ അധർമ്മത്തിൻ്റെ വഞ്ചനയാൽ പലരിലും ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ടു, അശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ടു. ഭോഷ്ക് വിശ്വസിക്കുമാർ അവർക്ക് ഭോഷ്കിൻ്റെ ആത്മാവിനെ കൊടുത്തുവെന്ന് കാണുക. എന്തുകൊണ്ടാ? രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ എന്ത് ചെയ്തില്ല? സ്വീകരിച്ച് കൈക്കൊണ്ടില്ല.
എന്തിനാ ദൈവശബ്ദം കേൾക്കുന്നത്? എന്തിനാ ദൈവവചനം വിശ്വസിക്കുന്നത്? രക്ഷിക്കപ്പെട്ട് ഈ ദുഷ്ടതയുള്ള ലോകത്തോടു കൂടെ നശിച്ചു പോകാതിരിക്കാനാ. നോഹയും കുടുംബത്തോടും ദൂത് പറഞ്ഞ് അവൻ പെട്ടകമുണ്ടാക്കിയത് എന്തിനാ? ന്യായവിധി വരുമ്പോൾ ഈ ദുഷ്ടലോകത്തോടു കൂടെ നശിച്ചു പോകാതിരിക്കാനാ. അപ്പം നിനക്ക് ഈ ദുഷ്ടലോകവുമായിട്ട് എന്തിനാ സംസർഗം? നശിച്ചു പോകുന്നവരുമായിട്ടല്ല നിനക്ക് സംസർഗം വേണ്ടിയത്, പിന്നെയോ ജീവരക്ഷ പ്രാപിപ്പാൻ. അതുകൊണ്ട് പത്രോസ് 2-ാം അധ്യായത്തിൽ വിളിച്ചു പറഞ്ഞത്, സഹോദരന്മാരെ, ഈ ലോകത്തോടു കൂടെ നശിച്ചു പോകാതെ അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ട് രക്ഷ പ്രാപിച്ചുകൊള്ളുവേൻ. നമുക്ക് ആദ്യ വിശ്വാസത്തെ ഒന്ന് പരിശോധിച്ച് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. ശ്രദ്ധിക്കണേ, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. ശ്രദ്ധിച്ച് കേട്ടോണം. ഇപ്പോൾ ഒരു തർക്കം ഇവിടെ വന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല. ഇവിടെ ഒരു തർക്ക വിഷയമുണ്ട്. ആദ്യ വിശ്വാസം ഏതാണ്? ഇപ്പോൾ ഞാൻ ഓർത്തഡോക്സിൽ ആണ് ജനിച്ചത്. ഞാൻ ജനിച്ച സമുദായത്തിലെ വിശ്വാസമാണോ എൻ്റെ ആദ്യ വിശ്വാസം? അതോ ബൈബിൾ അറിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ച വിശ്വാസമാണോ ആദ്യ വിശ്വാസം? യഥാർത്ഥ സത്യം അറിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ച വിശ്വാസമാണോ, അതോ ഞാൻ നിന്ന സമുദായത്തിൽ നിന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസമാണോ? ചിലർ പറയുന്നതെന്തുവാ, അവൻ അവിടെ അങ്ങ് നിന്നാ പോരായിരുന്നു എന്ന്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയുന്നത്, ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു, ഈ ബൈബിൾ എടുത്തുകൊണ്ട് വിശ്വസിച്ച് ഇറങ്ങിയത് കൊണ്ടല്ലേ, ഇതിൻ്റെ എക്സ്ട്രീമിലോട്ട് പോയത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം വന്നത്. മനസ്സിലായോ? എന്ത് പറഞ്ഞാലും ആളുകൾ ചൂണ്ടി പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യം നിനക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ, അതിലങ്ങ് നിന്നാൽ പോരായിരുന്നോ, ഈ വിഷയം വല്ലതും ഉണ്ടാകുമായിരുന്നോ? ഉണ്ടോ ഒരു തർക്ക വിഷയം വന്നേ. അപ്പോൾ ആദ്യ വിശ്വാസം ഏതാ നോക്കണ്ടേ? പരിശോധിച്ച് നോക്കണ്ടേ? വേണോ വേണ്ടായോ? തിരുവെഴുത്തിൻ പ്രകാരം ആദ്യ വിശ്വാസം ഏതാ നോക്കണോ നോക്കണ്ടായോ? വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വേദഭാഗം. വേഗം വായിച്ചു തീർക്കണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ന്റെ 13 മുതൽ 15 വരെയുള്ളത്. ആ ആ ആ ആ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ, അവിടെ വാചകമെന്നല്ല, പ്രസംഗമെന്നല്ല, വാക്കുകളെ. പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തേക്കുന്ന ദൂതിനകത്ത് എത്ര വാക്കുകളുണ്ടെന്ന് ആർക്ക് എണ്ണമുണ്ട്? ദൈവത്തിന്. മനസ്സിലായോ? അവൻ പറയേണ്ടിയ ദൂതിനകത്ത് ഈ കേൾക്കേണ്ട ആളുകൾ രക്ഷിക്കപ്പെടാനുള്ള വാക്കുകൾ മാത്രമേ അവൻ്റെ കൈ കൊടുത്തിട്ടുള്ളൂ. ഇന്ന് എല്ലാ പ്രസംഗവും അങ്ങനാണോ? കേട്ടാൽ രക്ഷിക്കപ്പെടാൻ തോന്നുന്ന വാക്കുകൾ മാത്രമാണോ അവിടെ പ്രസംഗിക്കുന്നത്? തീമോഥെയോസിൻ്റെ ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ലല്ലോ. അന്ത്യകാലത്ത് കിഴവിക്കഥകൾ പ്രസംഗിക്കുന്ന കാലം വരും. ചില പ്രസംഗങ്ങൾ കേട്ടാൽ നല്ല വേഷമാ, കണ്ടാൽ നല്ല ചിരിയാ, എല്ലാം കഴിഞ്ഞിട്ട് പ്രസംഗം കഴിഞ്ഞിട്ട് എന്തുമായിരുന്നു? അന്യായ രസമായിരുന്നു. ആ പ്രസംഗത്തിനകത്തെല്ലാം പാട്ടും രസവും ഫലിതവും എല്ലാം പറഞ്ഞ് നമ്മളെ അങ്ങ് സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് സുഖിപ്പിച്ച് ആ പ്രസംഗം തീരും. കേട്ടവരാരേലും രക്ഷിക്കപ്പെട്ടോ? നീ രക്ഷിക്കപ്പെടുവാൻ ഇടയായ ദൂതിൽ, നീ രക്ഷിക്കപ്പെടാൻ, രക്ഷ പ്രാപിക്കുവാൻ സാധ്യതമായ വാക്കുകളിൽ നീ കൊടുത്ത വിശ്വാസമാ ആദ്യ വിശ്വാസം. നീ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ കാരണമായി തീർന്ന ചില വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ നിനക്ക് എണ്ണി തന്നതാ, തൂക്കി തന്നതാ. അത് ചില നിയോഗം. നിങ്ങൾ ശ്രദ്ധിക്കണം, മാലാഖ വന്ന് 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നടന്ന കാര്യം. അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ഭക്തനായിരുന്നു, ദാനധർമ്മം കൊടുക്കുന്നവനായിരുന്നു, പല ക്വാളിറ്റി ഉള്ളവനായിരുന്നു. ഇന്നത്തെ തലമുറയേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ളവനായിരുന്നു.
അവൻ്റെ വീട്ടിൽ ഒരു ദൂതൻ വന്നു എന്ന് പറഞ്ഞു, ഇന്ന് യോപ്പയിലേക്ക് ആളയച്ച് അവിടെ ശീമോൻ എന്ന മറുപേരുള്ള ഒരുവൻ്റെ വീട്ടിൽ പത്രോസ് താമസിക്കുന്നുണ്ട്. ശീമോൻ എന്ന തോൽക്കൊല്ലനായ ശിമോൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് ശീമോൻ എന്ന മറുപേരുള്ള പത്രോസ് താമസിക്കുന്നു. അവനെ വിളിച്ചു വരുത്തി, നീ രക്ഷ പ്രാപിപ്പാനുള്ള ദൂത് അവൻ നിന്നോട് പറയുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ ദൂതൻ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? ഇത്രയും വിവരം പറയാൻ അറിയുന്ന ദൂതൻ അതും കൂടെ പറയാമായിരുന്നല്ലോ. പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? 120 പേരടങ്ങിയ സമൂഹത്തിനകത്തിരുന്ന് പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച ഒരുവനുണ്ട്. ആ ശക്തി ആർക്കില്ല? ദൂതനില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളവൻ തന്നെ ഈ ദൂത് പറഞ്ഞാലേ കേൾക്കുന്നവൻ രക്ഷിക്കപ്പെടത്തുള്ളൂ. ഇതൊക്കെ കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായവും ഒക്കെ പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയാൻ കഴിയത്തില്ല. പത്രോസ് തന്നെ വരണം, അതിന് ദൈവം അയക്കണം, ഒരുത്തൻ ചെല്ലണം, അവൻ പ്രസംഗിക്കണം, അളന്ന് കുറിച്ച് അവന് കൊടുത്തിട്ടുണ്ടെന്ന് പറയണമെന്ന് അത് കേൾക്കണം. കേട്ടിട്ട് നീ വിശ്വസിച്ചാൽ, വിശ്വാസം എന്നത് കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. കാരണം ക്രിസ്തു വിശ്വാസത്തിൻ്റെ നായകനാ. അവൻ്റെ വചനത്താൽ നീ എപ്പോഴാണോ രക്ഷിക്കപ്പെട്ടത് അതാ ആദ്യ വിശ്വാസം. വിശ്വാസത്തിൻ്റെ നായകനെ നീ വിശ്വസിക്കാൻ ഇടയായതാ നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വിശ്വാസം. 13:37 മുതൽ 39 വരെ, 37, 38, 39. അതേ അപ്പോസ്തലപ്രവൃത്തി 13, 37 മുതൽ 39 വരെ. ആദ്യ വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ആ ഇവൻ മൂലം, യേശുക്രിസ്തു മൂലം സഹോദരന്മാരെ നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവന് ഇവനാൽ നീതീകരിക്കപ്പെടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനിടയായ സന്ദേശത്തെയാണ് വേദപുസ്തകം ആദ്യ വിശ്വാസമെന്ന് ആദിമസഭ അപ്പോസ്തലന്മാർ തിരുവെഴുത്ത് ഉറപ്പായി പറയുന്നത്. ഇനി ഞാൻ തെളിവ് തരാം. അതേ 13-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, 32-ാം വാക്യം. സമയം പോയതുകൊണ്ട് ആ 2 വാക്യം. യേശു എന്ന രക്ഷിതാവിനെ വാഗ്ദത്തപ്രകാരം തന്നെന്ന് നിനക്ക് വിശ്വസിക്കാൻ ഒരുവനെ തിരുവെഴുത്തിൻ പ്രകാരം വാഗ്ദത്തം ചെയ്തത് ദൈവം അയച്ചെന്ന്. അതൊരു സുവിശേഷമാണ്. 32 വായിച്ചേ. ദൈവം വാഗ്ദത്തം ചെയ്തതിനെ യേശു ക്രിസ്തുവിലൂടെ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അത് നിവർത്തിയായി എന്ന് നീ അറിയണമെന്ന് നിങ്ങളോട് സുവിശേഷിക്കുന്നു. യേശുവിൻ്റെ മരണ പുനരുത്ഥാനം വെറും ചടങ്ങല്ല, നിനക്കുള്ള വാഗ്ദത്തത്തെ ദൈവം നിവർത്തിച്ചു എന്ന് നിനക്ക് ഉറപ്പു തരുന്ന ദൂത സുവിശേഷമാ. അത് ഏറ്റെടുത്തോണം. ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഇന്നത് ഏറ്റെടുക്കണം. അതാണ് ആദ്യ വിശ്വാസമായി നിന്റെ ഉള്ളിൽ വീഴേണ്ടത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞ മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ടാണ് തീമോഥെയോസ് ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയത്, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വിശ്വസിക്കുന്നവരെ ദൈവം നീതീകരിക്കുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പ്രൈസ് ദി ലോർഡ്. 2 തീമോഥെയോസ് 1:10. സുവിശേഷത്താൽ അക്ഷയത വന്നു. അപ്പോസ്തലപ്രവൃത്തി 18:7, 8, 9 മാത്രം വായിച്ചോ. ആ
ആ കേട്ടോണം, പള്ളി പ്രമാണി എന്ന് പറയാൻ പള്ളിയുടെ തൊട്ട് ചേർന്ന് ജീവിക്കുന്നവനാ. നിങ്ങൾ പള്ളിക്കകത്ത് ജീവിച്ചാലും പള്ളിയുടെ തൊട്ട് ചേർന്ന് ജീവിച്ചാലും പള്ളി കമ്മിറ്റി കൈക്കാരനായാലും പള്ളിമുപ്പനായാലും പുരോഹിതനായാലും ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായി? പള്ളിയുടെ മുഴുപ്പും പള്ളിയുള്ള അധികാരത്തിൻ്റെ മുഴുപ്പും ഒന്നും നിന്നെ രക്ഷിക്കത്തില്ല. കേട്ടോ, വായിച്ചു കേട്ടോ. ആ കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു. വചനം കേട്ട് വിശ്വസിച്ചതാണ് ആദ്യ വിശ്വാസം. വചനം കേൾക്കാതെ നീ വിശ്വസിച്ചതൊന്നും ദൈവം തന്നതല്ല. ഗ്ലോറി ടു ഗോഡ്. തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ച്, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച്, തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ട്, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റവന് നീ തിരുവെഴുത്തിൻ പ്രകാരം വിശ്വസിക്കണം. അപ്പോഴേ നീ ക്രിസ്തുവിൽ പങ്കാളിയാകത്തുള്ളൂ. സ്തോത്രം. വേഗം ഞാൻ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:40-47. അപ്പോസ്തലർ 10:44-48 വായിച്ചാൽ മതി. ആ 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 48 വായിക്കണം. ശ്രദ്ധിക്കണേ, നിങ്ങൾ അതിൻ്റെ മേളത്തെ വായിക്കുമ്പോൾ അറിയാം. വിശ്വസിച്ച് അവരെന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ സ്നാനപ്പെട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ വിശ്വാസം ലഭിക്കുന്നവൻ്റെയൊക്കെ ജീവിതത്തിൽ ചില അടയാളങ്ങളുണ്ടെന്ന് അവിടെ പറയുക. എനിക്കത് പറയണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ 31 മുതൽ 34 വരെ ഒന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 31 മുതൽ ആ ആ നിറഞ്ഞവരായി ദൈവവചനം പ്രസ്താവിച്ചു. ആ ഏകഹൃദയവും ഏകമനസ്സുമുള്ളവരായി, സ്വന്തമെന്നാരും പറഞ്ഞില്ല, സകലതും പൊതുവായിരുന്നു. ആ സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾ കണ്ടോ? ആദിവിശ്വാസം ഉള്ളവരുടെ ലക്ഷണങ്ങളാണ്. എനിക്ക് 5-ാം അധ്യായത്തിൽ നിന്ന് ഇനി ഒത്തിരി പറയാനുണ്ട്. മനസ്സിലായോ? അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, പ്രാർത്ഥന കഴിച്ചു, ഐക്യത ഉള്ളവരായി. ആദ്യ വിശ്വാസം ഉണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിൽ ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ആദ്യ വിശ്വാസമുള്ള അത് മാർക്കോസ് 16-15-17 വാക്യങ്ങളിലാണ് അത് കിടക്കുന്നത്. എനിക്കിതെല്ലാം പറഞ്ഞ് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ആദ്യ വിശ്വാസമുള്ളവന് ചില ലക്ഷണങ്ങളുണ്ട്. അവൻ്റെ ജീവിതം, പ്രാർത്ഥന, ആരാധന, അവൻ്റെ സ്തോത്രം, നടപ്പ്, അവൻ്റെ ജീവിതക്രമങ്ങളിൽ ഒരു വ്യത്യാസമുണ്ട്. ഈ ലോകത്തിൻ്റെ നടുവിലുള്ള സ്വാഭാവിക മനുഷ്യനുമായിട്ട് അവന് ഇച്ചിരി വ്യത്യാസങ്ങളുണ്ട്. അവൻ്റെ വിശ്വാസത്തിന് വ്യത്യാസമുണ്ട്, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്, അവൻ്റെ ആരാധനയ്ക്ക് വ്യത്യാസമുണ്ട്. അവൻ നശിച്ചു പോകാനുള്ളവനല്ല, അവൻ ദൈവത്തിൽ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവന്. അവൻ ക്രിസ്തുവിൽ പങ്കാളിയാകാൻ പൊയ്ക്കൊണ്ടിരിക്കുക. ക്രിസ്തുവിൽ കൂട്ടവകാശികളാണ് നമ്മൾ. നാം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, സ്തോത്രം, നിങ്ങളുടെ സ്തോത്രം
സ്തോത്രം, അതിമഹത്തായ അല്ലേ? സ്തോത്രം, സ്തോത്രം. 10:35, 35-36. ആ ആ ആ ആ ആ ആ ആ മഹാപ്രതിഫലമുള്ള ഒരു വിശ്വാസമാണ് എനിക്ക് നിങ്ങൾക്കും തന്നേക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവൻ്റെ ശരീരത്തോട് അനുരൂപരായി അവനോടൊപ്പം ഇവിടുന്ന് രൂപാന്തരപ്പെട്ടെടുക്കപ്പെടാൻ നിയോഗിക്കപ്പെട്ടേക്കുന്ന, വേർതിരിക്കപ്പെട്ടേക്കുന്ന ജനമാണെന്നുള്ള തിരിച്ചറിവാണ് ആദ്യ വിശ്വാസത്തിൻ്റെ പ്രതിഫലം. അത് വിട്ട് മനസ്സിലാകുന്ന ആദ്യ വിശ്വാസം വിട്ട് തങ്ങളുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയ ചിലരെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അലക്സാണ്ടറും ചിലരുടെ കാര്യം, ചെമ്പുപണിക്കാരൻ എന്ന് പറയുന്ന ഒരുത്തൻ ഈ മാർഗത്തിനെതിരെ വാദിച്ചുകൊണ്ട് ഈ മാർഗത്തെ മുടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന പല ചരിത്രങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് അന്നുള്ളതുപോലെ ഇന്നും ചിലർ ഈ മാർഗത്തെ മുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ നാം ഈ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ലെന്ന് ഇന്ന് ഉറപ്പാക്കണം. എനിക്കെൻ്റെ യേശു മതി എന്ന് പറയണം. എൻ്റെ യേശുവിനെ വിശ്വസിക്കുന്ന ആ യേശുവിനുള്ള വിശ്വാസം ഞാൻ മരിച്ചാലും ജീവിച്ചാലും വിട്ടുകളയത്തില്ല. അതാ പൗലോസ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അതുകൊണ്ട് മരണത്തെ നോക്കി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹല്ലേലൂയ, എനിക്ക് ഹല്ലേലൂയ സ്തോത്രം. ജയം തന്ന, എന്നെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ക്രിസ്തുവിലാണോ ഈ ലോകത്തിലാണോ പങ്കാളികളായി തീരാൻ ഓടുന്നത്? നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം ഈ ഭൗതിക ലോകത്തിലെ ആവശ്യങ്ങളുടെ മുഖത്താണോ ഉപയോഗിക്കുന്നത്? അതോ നിത്യതയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിലൊരു പങ്കാളിയായി തീരുവാൻ ഹല്ലേലൂയ തീരുമാനിച്ചിറങ്ങി തിരിച്ചേക്കുന്നതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യമെന്ന് ഇന്ന് തീരുമാനിച്ചാൽ, പൈതലേ, ദൈവ പൈതലേ, നിൻ്റെ ജീവിതത്തിന് സ്വർഗമിടുന്ന വില, സ്വർഗത്തിൽ ഈ സർവ്വലോകത്തെക്കാളും വിലമതിച്ച തൻ്റെ ആത്മാവിൻ്റെ വിലയാ നിനക്ക് ദൈവം ഇടുന്നത്. ഈ ലോകം മുഴുവനും നശിച്ചാലും നിന്നെ നഷ്ടപ്പെടുത്താൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ ലോകം മുഴുവനും താറുമാറായി തീർന്നാലും നിന്നെ അവൻ കൈവിടത്തില്ല. അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അതാ ഇബ്രാഹിം ലേഖനത്തിൽ 13 അവസാനം പറയുന്നത്. ഹല്ലേലൂയ, എന്താ പറയുന്നത്? അവൻ നമുക്ക് സ്തോത്രം, യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നും എന്നേക്കും മാറാത്തവൻ. ഹല്ലേലൂയ സ്തോത്രം. അതൊന്ന് വായിക്കാം. ഇബ്രാഹിം ലേഖനം 13-ാം അധ്യായത്തിൽ ഇതോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുക. 3:5 മുതൽ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഇവിടെ ശ്രദ്ധിക്ക്. ഇല്ലാത്തതിനെ കുറിച്ച് പിറുപിറുക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗമല്ല, നമ്മുടെ ഓഹരിയല്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യരെന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് മഹാധൈര്യത്തോടെ പറയാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ ലോകത്തിന് വേണ്ടിയല്ല, ഇവിടെ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച് മരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. ക്രിസ്തുവിൽ ഒരു പങ്കാളിയായി തീരാനാണ്. മഹാപ്രതിഫലമുള്ള ഒരു ധൈര്യമാണ് നമുക്ക് തന്നേക്കുന്നത്. മഹാപ്രതിഫലമുള്ളൊരു വിശ്വാസമാണ് തന്നേക്കുന്നത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച ഒരു അതിവിശുദ്ധ വിശ്വാസമാണ് നമുക്ക് നൽകപ്പെട്ട വിശ്വാസം. അതിനെയാണ് ആദ്യ വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഭൗതിക ലോകത്തിൽ നമുക്ക് ആവശ്യങ്ങളില്ലേ? ഉണ്ട്. കൊച്ചിനെ കെട്ടിക്കണ്ടേ?
ഹല്ലേലൂയ. കെട്ടിക്കണം, മക്കളുടെ വിദ്യാഭ്യാസം നടക്കണം, വീട് വെക്കണം, കടബാധ്യത തീരണം, ആഹാരം കഴിക്കണം, രോഗസൗഖ്യം ഉണ്ടാകണം. ഹല്ലേലൂയ. ആദ്യ വിശ്വാസത്തെ പൊന്നുപോലെ സൂക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ്റെ കൂടെ നടന്നാൽ ഈ ലോകത്തിൽ നിനക്ക് ഇന്ന് കേട്ടതുപോലെ ഒരു മുട്ടും ഉണ്ടാകത്തില്ല. ആ ദൈവമാണ് നിൻ്റെ ഇടയനെങ്കിൽ നിനക്കൊരു മുട്ടുമുണ്ടാകില്ല. കണ്ണുകളെ അടയ്ക്കാമോ? ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ.